പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ 16-ാം അധ്യായമാണ്. കിഴക്ക് പോകുന്നവർ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. കിഴക്ക് പോകുന്നവർ. പൊതുവെ ഖസാക്കുകാർ സഞ്ചാരികളല്ല. എന്നാൽ പണ്ടാരന്മാരുടെ സ്ഥിതി മറിച്ചാണ്. അവർക്ക് ഖസാക്കിൽ വേരുകളില്ല, പിൻകുടുമകൾ മാത്രമേയുള്ളൂ. ഖസാക്കിലെ പുള്ളിവെയിലും കടന്ന് അവർ പുറത്തിറങ്ങി. പൊള്ളാച്ചിയും ഉടുമലപ്പേട്ടയും വഴി അവർ കൊങ്ങുനാട്ടിലൂടെ ചുറ്റിത്തിരിഞ്ഞു. അവിടെ വേലായി പണ്ടാരം വടിവേൽ ചാമിയും കരുമാണ്ടി പണ്ടാരം കരുമ പെരുമാളുമായി. ഈ കാടാറുമാസം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ പിന്നെ കാടയാറ് മാസമാണ്. തമിഴ്നാട്ടിലെ സന്യാസത്തിൻ്റെ മിച്ചം ഓരോ പണ്ടാരൻ്റെ കയ്യിലും കാണും. പൊട്ട് കോൽ വെച്ച് കാട പിടിച്ച് അതത്രയും കുടിച്ചു തീർക്കും. മയാണ്ടിയുടെ എസൻസ് പീടികയിൽ കാടയിറച്ചി വേകാൻ കാത്തിരിക്കുമ്പോഴാണ് പണ്ടാരന്മാർ കഥ പറയുക. കഥ കേൾക്കാൻ കുപ്പുവച്ചനുണ്ടാകും, മലാക്കയും ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ഗോപാലു പണിക്കരും ഷാപ്പിൽ ചെന്ന്. പണിക്കന്മാർ ചെയ്യാറുള്ള കാര്യമല്ല, പക്ഷേ ആ കഥകൾ കേട്ടുകൊണ്ട് ഗോപാലു അവിടെ ഇരുന്നു. എഴുത്തുപള്ളിയിലാണെങ്കിൽ വലിയ പണിയില്ല. 5 സനാതനികൾ മാത്രമാണ് അവിടെ ഊഴിയിൽ എഴുതിപ്പോന്നത്. ഏകാധ്യാപക വിദ്യാലയം വന്നിട്ടും ഓട്ടുപള്ളി നിലനിന്നു പോന്നു. കാരണം അവിടെ മതപഠനമുണ്ട്. എഴുത്തുപള്ളിയിൽ അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. കേയ ഖേയ കീയ ഖീയ എന്നിങ്ങനെ മഞ്ചൽക്കാരുടെ മോളല് പോലെ വായ്ത്താരി മുഴങ്ങി വിരൽ തുമ്പു തെയ്യുവോളം പൂഴിയിൽ എഴുതി. 6-7 കൊല്ലം അങ്ങനെ പൂഴിയിൽ എഴുതണം. അത്രയും തപസ്യയ്ക്ക് ശേഷം അക്ഷരമാല വശമായി കഴിഞ്ഞാൽ പിന്നെ മറക്കണമെങ്കിൽ തല വെട്ടണം. എന്നാകട്ടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അതൊക്കെ ഏതാനും മാസങ്ങളുടെ ജോലിയാണ്. വല്ല അടിസ്ഥാനുണ്ടോ ഇതിനൊക്കെ? വല്ല അടിസ്ഥാനും ഉണ്ടാ ഇതിനൊക്കെ? എസൻസ് പീടികയിൽ ഇരുന്നു കൊണ്ട് ഗോപാലു പണിക്കർ പറഞ്ഞു. നമ്മുടെ നാട് മൂടിഞ്ഞു. അതിനെന്ത് സംശയം? ഉപ്പുവച്ചൻ പറഞ്ഞു. കിഴക്ക് പോയി തിരിച്ചു വന്ന മയിൽവാഹന പണ്ടാരം അതത്ര ഗൗനിച്ചില്ല. ഈ നാട് മുടിഞ്ഞാൽ തന്നെ അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല. പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയിട്ടും ചോദിക്കാൻ കഴിയാതെ പോയത് ഗോപാലു ചോദിച്ചു. കിഴക്ക് എന്താ സ്ഥിതി പണ്ടാര ചെട്ടിയാരെ? പണ്ടാരൻ കഥ പറഞ്ഞു തുടങ്ങി. കിഴക്ക് പോകുന്നത് പൊള്ളാച്ചി വണ്ടിയിലല്ല, കാൽനടയുടെ ഭിക്ഷാടനത്തിൻ്റെ പ്രാകൃതാനുഭൂതി. നല്ലെണ്ണയുടെയും ചാന്തപൊട്ടിൻ്റെയും മണമുള്ള പെണ്ണുങ്ങൾ. മറ്റേതോ വെയിലിൻ്റെ തീക്ഷ്ണതയ്ക്കിടയിൽ ചെവിടി മണ്ണിൻ്റെ വ്യതിയാന ശൂന്യതയിലൂടെ നീളുന്ന ചവിട്ടടിപ്പാത, വഴിയമ്പലം. പോകാമേ ഇരിക്ക മുടിയാതെ കുരുവേ, മയിൽവാഹന പണ്ടാരം പറഞ്ഞു. അന്ത വിളി വരറത്തിനോട് സത്യം എന്നാ? അളാപ്പിച്ചി മൊല്ലാക്ക ചോദിച്ചു. ഖസാക്കിൽ കിടന്നുറങ്ങുമ്പോൾ അവർ കിഴക്കൻ കാറ്റിലൂടെ ചുരം കടന്നു വന്ന് മയിൽവാഹന പണ്ടാരത്തെ തൊട്ടുവിളിച്ചു. ചെവിടി മണ്ണിലെ ദൈവങ്ങളായിരുന്നു അവർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗോപാലു പണിക്കരും ചെവിടോർത്തു കിടന്നു. കിഴക്കൻ കാറ്റിൽ ആ വിളി വന്നില്ല. പട്ടകളുടെ സീൽക്കാരം മാത്രം ഉയരുകയും താഴുകയും ചെയ്തു. ഒരു ദിവസം വൈകിട്ട് പാലക്കാട്ട് ചെന്ന് തിരിച്ചു വന്ന ഗോപാലു പണിക്കർ ഭാര്യയോട് ചോദിച്ചു. ലക്ഷ്മി, ഇന്ന് രാമൻകുട്ടി സ്കൂളിൽ പോയാ? ലക്ഷ്മി പണിക്കെത്തിയാർ മിണ്ടാതെ നിന്നു. ആരാവനെ ചേർത്തിത്? മൗനം. ഗോപാലു പണിക്കർ പാലക്കാട്ട് പോയ പഴുതിലാണ് ലക്ഷ്മി എഴുത്തുപള്ളിയിൽ നിന്ന് മകനെ പിടിച്ചെടുത്ത് രവിയുടെ അടുത്ത് ചെന്നത്. മേഷ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണം, അത് മാത്രമാണ് അവൾക്ക് രവിയോട് പറയാനുണ്ടായിരുന്നത്. എന്നാൽ പറഞ്ഞുകൂടാത്തത് പലതും ഉണ്ടായിരുന്നു. രാമൻകുട്ടി ഇംഗ്ലീഷ് പഠിച്ചു വളരണം. 10 പാസ്സായി റേഷനിങ് ഓഫീസ് ഗുമസ്തനായി വാച്ച് കെട്ടി ചിറ്റില്ലാത്ത കണ്ണട വെച്ച് സിഗരറ്റ് പുകച്ച് ഖസാക്കിൽ സൈക്കിൾ ചവിട്ടി വരണം. ഇത് പറഞ്ഞുകൂടാ. കാരണം ആ വിശേഷണങ്ങളെല്ലാം തന്നെ മറ്റൊരാളുടേതാണ്. അവളുടെ അമ്മാമൻ്റെ മകൻ രഘുനന്ദനൻ്റെ. ഗോപാലു പണിക്കർ ആവർത്തിച്ചു. ആരാ ചക്കനെ ചേർത്തിയത്? ലക്ഷ്മി അപ്പോഴും മറുപടി പറഞ്ഞില്ല. എന്നോട് ആരത് ഉപദേശിച്ചത്? ഗോപാലു പണിക്കർ ഉടുന്നനെ ചോദിച്ചു. രഘുനന്ദനനോ? ലക്ഷ്മി കരയാൻ തുടങ്ങി. എന്നാൽ കുട്ടിയെ പറഞ്ഞയക്കണ്ട നാളെ തൊട്ട്. ഗോപാലു പണിക്കരാണ് മിണ്ടാതായത്. അയാൾ രാമൻകുട്ടിയെ സ്കൂളിൽ നിന്നും മുടക്കിയില്ല. മൗനം 4 ദിവസം നീണ്ടു നിന്നു. 5-ാം ദിവസം ഗോപാലു ഭാര്യയോട് വിടവാങ്ങി. ലക്ഷ്മി, ഞാൻ പോയി വരാം. ചൂട്ടുമിന്നിച്ച് സഞ്ചിയുമായി പണിക്കർ ഖസാക്കിന് വെളിയിലെ പറമ്പുകളിലേക്ക് ഇറങ്ങി. ചൂട്ടിൻ്റെ മഞ്ഞളി പൂഷസന്ധ്യയിൽ അകലുന്നതും നോക്കി ലക്ഷ്മി
പടിക്കൽ നിന്നു. അവൾ പ്രാർത്ഥിച്ചു, പുളിങ്കൊമ്പത്തെ പോതി നീ കാക്ക്. ഗോപാല പണിക്കർ എവിടെ പോയി മറഞ്ഞെന്ന് ആരും അറിഞ്ഞില്ല. തീർത്ഥാടനത്തിനാണെന്നും ജ്യോതിഷം പഠിപ്പിക്കാനാണെന്നും ലക്ഷ്മി പറഞ്ഞത് ഗണ്യമായി പ്രചരിച്ചുമില്ല. നമ്മണ്ട പൂവാലു പറവഞ്ചി കെട്ടിക്കളഞ്ഞല്ല, ഉപ്പുവച്ചൻ അത്താണിപ്പുറത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു. കരിനാക്ക് അടക്കിക്കാണ് കൊരട്ടിയെ, അലിയാർ പറഞ്ഞു. പണിക്കരച്ചൻ പടിക്ക് പോയെടുക്കണു, ദേഹോപദ്രയം ഒന്നും ഇല്ലാണ്ട് വരട്ടെ. ഉപ്പുവച്ചൻ്റെ കരിനാക്ക് ബാധിക്കുമെന്ന വിശ്വാസവും ഖസാക്കിൽ ഇല്ലാതല്ല. അതാണ് അലിയാരും വിഷമിച്ചു പോയത്. 1.25 ഉറുപ്പിക പറ്റുബാക്കിയുണ്ട്. പരദേശത്തെങ്ങാനും ചെന്ന് മരിച്ചു കളഞ്ഞെങ്കിലോ. അന്നു സന്ധ്യയ്ക്ക് ലക്ഷ്മിയുടെ പിന്നാലെ അലിയാർ മനഞ്ഞുകൂടി. അല്ല പണിക്കത്താരമ്മേ, ഐ പണം അലിയാരെ ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ തരില്ലേർന്ന. അലിയാർക്ക് നാണമായി. രാത്രി ചായപ്പീടികയിൽ വെച്ച് മൊല്ലാക്ക അലിയാരെ ഗുണദോഷിച്ചു. നീ അത് ചെയ്തത് കടുപ്പം താനേ, അന്ത പണിക്കെത്തിയാര് പൊണ്ണ് എങ്കരുന്ന് കൊടുക്കരുത്. അലിയാർ സമ്മതിച്ചു. ശരിതാണ്. 3 മാസം കഴിഞ്ഞ് ഗോപാല പണിക്കർ തിരിച്ചു വന്നു. പണിക്കരുടെ വേലിയോരെ നടന്നുപോയ കസാക്കുകാർ ചക്കരച്ചോറിൻ്റെയും ഇറച്ചിക്കറിയുടെയും മണം കേട്ടു. ഒരു വാവ് കഴിഞ്ഞ് അയാൾ വീണ്ടും അപ്രത്യക്ഷനായി. എവിടെ പോയെന്ന് ലക്ഷ്മി പണിക്കെത്തിയാർ പറയാതിരുന്നതിനാൽ ഉപ്പുവച്ചൻ സംസാരിക്കാൻ ബാധ്യസ്ഥനായി. വേലിയിൽ പുത്തൻ വാരികളും ഇറയത്ത് വെടിപ്പുള്ള കോട്ടുപട്ടകളും കാണുമ്പോൾ എങ്ങനെ സംസാരിക്കാതിരിക്കും? ഗോപാലുവിന് തമിഴ്നാട്ടിൽ മൂരിയറവും കൈവണ്ടി വലിക്കലുമാണ് എന്ന് തനിക്ക് സ്വകാര്യമായി അറിവ് കിട്ടിയതായി ഉപ്പുവച്ചൻ പറഞ്ഞു. ഏതായാലും പണിക്കെത്തിയാരുടെ കഴുത്തിൽ ഒരു തൊരടും പതക്കവും മിന്നി. ഖസാക്കുകാരനായ രാമച്ചാർ പലപ്പോഴും പൊള്ളാച്ചിക്ക് പോവുക പതിവാണ്. കന്നുകാലി ചന്തയിൽ തരകു പറയുന്ന പണിയാണ്. ഒരിക്കൽ തരകു പറയാൻ പോയി. കച്ചവടമൊന്നും പന്തിയായില്ല. കയ്യിലുള്ള കാശും തീർന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണിരുട്ടുന്നു. ഈശ്വരാ, തങ്ങളെ ഒന്ന് നാടത്തി കിട്ടണമല്ലോ. അങ്ങനെ ഖിന്നനായി നടക്കുമ്പോഴുണ്ട് എതിരെ കാഷായ വസ്ത്രധാരിയായ ഒരു ഗംഭീരൻ വരുന്നു. രാമച്ചാർ നെടുശ്വാസം വലിച്ചു പോയി. ഗുരുവേ ഉണ്ണി. ഗോപാല പണിക്കർ രാമച്ചാരെ കെട്ടിപ്പിടിച്ചു. ചന്തയിലെ ചായക്കടയിൽ കൊണ്ടുചെന്ന് ഓമപ്പൊടിയും പൊരിക്കടലയും പാറ്റ വറുത്തതും വാങ്ങിച്ചു കൊടുത്തു. വിശപ്പ് മാറിയില്ല. എങ്കിലും ഒരു പാത്രം ചൂടു ചായ അകത്ത് ചെന്നപ്പോൾ രാമച്ചാരുടെ പരിഭ്രമം തീർന്നു. 2-3 കല്ല് അകലെ കിടന്ന ഒരു ഊരിൽ ഒരു കൗണ്ടപ്രമാണിയുടെ വീട്ടിലാണ് ഗോപാല പണിക്കരുടെ താമസം. അങ്ങോട്ട് തിരിക്കുകയായി. വഴിക്ക് വെച്ചു തന്നെ ഗോപാല പണിക്കർ രാമച്ചാർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ദാ ഉണ്ണി, നമ്മുടെ പഴയ ചങ്ങാതിത്തം കാട്ടരുതേ, പറയണത് മനുഷ്യായില്ലേ. തോർത്തുമുണ്ട് കക്ഷത്തിൽ ഇറുക്കി ഓച്ചാനിച്ചുകൊണ്ട് രാമച്ചാർ ഗോപാല പണിക്കരെ പിന്തുടർന്നു. പണിക്കർ രാമച്ചാരെ കൗണ്ടന് പരിചയപ്പെടുത്തി കൊടുത്തു. നാം ശിഷ്യൻ രാമാനന്ദൻ. വണക്കം വണക്കം. കൗണ്ടൻ തൊഴുതു. അന്നു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഗോപാല പണിക്കരും രാമച്ചാരും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തൻ്റെ ചെറിയ മകൾ രുക്മിണിക്ക് വിഷപ്പനി ആയിരുന്നെന്ന് അപ്പോഴാണ് ഗോപാല പണിക്കർ അറിഞ്ഞത്. ഒരുപാട് പനിച്ചോ രാമച്ചാരെ? ഒരുപാട് പനിച്ചു ഗുരുവേ. എൻ്റെ മകൾ ഒരുപാട് മെലിഞ്ഞോ രാമച്ചാരെ? ഹൗ, ഒരുപാട് ഉടഞ്ഞാളത്തോ ഗുരുവേ. ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് രാമച്ചാർ പറഞ്ഞു. മൊല്ലാക്കയും കുട്ടാടൻ പൂശാരിയും മന്ത്രവാദം ചെയ്തു. പിന്നെ ഖാലിയാർ വന്നു. പനി ഇറങ്ങിയില്ല. അപ്പോൾ രവി പാലക്കാട്ട് പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. ഹാരി അമേഷ്ട്ര. ഓ. ഗോപാല പണിക്കർ ഇത്തിരി നേരത്തേക്ക് നിശബ്ദനായി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, നമ്മുടെയൊക്കെ ജീവിതം എന്ത് ജീവിത രാമച്ചാരെ? ദുഃഖിക്കാൻ ജനിച്ചോരാ. ഈശ്വരാ. മുറിക്കകത്ത് ചെരാത് വറ്റിയണഞ്ഞു. ആ രാത്രിക്കപ്പുറത്ത് ദൂരെ ദൂരെ ഖസാക്കു കിടന്നു. അവരുടെ മക്കളും പെണ്ണുങ്ങളും കീറ കമ്പിളികളിൽ വിശ്രമം കൊണ്ടു. അപ്പനമ്മമാരും. ഗുരുവേ, നിങ്ങ ഉറങ്ങിയ? ഇല്ല, ഞാൻ അങ്ങനെ എന്തോ നിരീച്ച് കിടക്കേ. ആ നിമിഷം വരെയും തോന്നിയിട്ടില്ലാത്ത സഹാനുഭൂതിക്കായുള്ള ദാഹം. രാമച്ചാർ പറഞ്ഞു. ഗുരുവേ, നാം വല്ലാണ്ട് വലഞ്ഞെടുക്കണ്. നിങ്ങളെ കൊണ്ട് പറയണ്ടെന്ന് കരുതിയിരുന്നതാണ് ഇത് നേരവും ഗുരുവേ. തരക് പറയാൻ വന്നിട്ടുള്ള 4 കാസും തൊലച്ചു. മടങ്ങി പുകാനും മഷിയില്ല. നിങ്ങ എന്തെങ്കിലും മഷി ഉണ്ടാക്കി തരീനും ഗുരുവേ.
അങ്ങനെയാണ് രാമച്ചാർ ഗോപാലുവിൻ്റെ സഹമാന്ത്രികനായത്. നേരം പുലർന്നതും സമയം പാഴാക്കാതെ രാമച്ചാർ തൻ്റെ പുതിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. രണ്ടുപേരും കുളിച്ച് ഭസ്മചന്ദനാദികൾ പൂശി പതിയിരുന്നു. പൂജയ്ക്ക് വേണ്ട വട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൺചരാത്, തലയോട്, അരി, യവം, ഗോരോചനാദി ഗുളിക, ചെമ്പരുത്തിപ്പൂവ്, വെടിമരുന്ന്, ശംഖ്, മീൻമുള്ള്, അങ്ങനെ പലതും. വെയിൽ മൂക്കുന്നതിനുള്ളിൽ 5-6 കൊങ്ങന്മാർ വന്നുപോയി. 3 ഉറുപ്പിക പിരിഞ്ഞു കിട്ടി. ഗോപാലു തെളിഞ്ഞു. ഉച്ചയ്ക്ക് മധ്യവയസ്കയായ ഒരു ചെട്ടിച്ചി വന്നു. ഉയർന്ന് ദൃഢഗാത്രിയായ ഒരെണ്ണമയിലി. അവളുടെ സങ്കടം ഇതായിരുന്നു. ഭർത്താവിന് തന്നെ മടുത്തിരിക്കെയാണ്. ചെട്ടിയാർ കുത്തിയാരുടെ കൂടെ താമസമാക്കിയിട്ട് മാസം 1 ഭർത്താവിനെ വീണ്ടും സ്നേഹിപ്പിക്കാൻ അവൾക്കൊരു വശ്യമരുന്ന് വേണം. ദക്ഷിണയായി മുമ്പിൽ വെച്ച 3 ഉറുപ്പികയിലേക്ക് നോക്കാതെ പണിക്കർ തൻ്റെ കവടിക്കൂമ്പാരത്തിൽ നിന്ന് ഒഴുപിടി വാരിയെടുത്തു. ഓ ഹരിശ്രീ ഗണപതേ നമഃ. കാളി കൂളിപ്രേതം ചാത്തന്മാർ. ചെമ്മിയ കണ്ണുകളുടെ വാതിൽ പുറകിൽ ഇരുന്നു കൊണ്ട് ഗോപാലു പണിക്കർ മന്ത്രം ഉരുവിടാൻ തുടങ്ങി. രാമച്ചാരും വെറുതെ ഇരുന്നില്ല. മനസ്സാ ഷെയ്ഖു തങ്ങളുടെ കാലു പിടിച്ച് അയാളും മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ആ മന്ത്രത്തിൻ്റെ നൂൽപാലത്തിലൂടെ താൻ അനായാസം നീങ്ങുന്നത് കണ്ടപ്പോൾ രാമച്ചാർക്ക് തന്നെ അതിശയം തോന്നി. കാണെ ആത്മവിശ്വാസം വളർന്നു. കർപ്പൂരം കത്തിച്ചു. കവടികളെ തൊട്ടു നെറുകയിൽ വെച്ച് അങ്ങുമിങ്ങും ചാടി രാമച്ചാർ തകർക്കാൻ തുടങ്ങി. ഈ താണ്ഡവം നടക്കുമ്പോഴത്രയും ഗോപാലു പണിക്കരുടെ മനസ്സ് സൂചിത്തുമ്പത്തായിരുന്നു. നിസ്സഹായനായി കവടികളെ തടവിക്കൊണ്ട് അയാൾ പ്രാർത്ഥിച്ചു, ചതിക്കരുതേ ഗൃഹദേവന്മാരെ. എന്നിട്ട് എണ്ണമയിലിയോട്, എല്ലാം ഭഗവതി കൃപയാൽ ശരിയായി വിടും. 3 ദിവസത്തിൽക്കപ്പാർ വശ്യമറുന്ന് കൊടുக்கிறേൻ. ചെട്ടിച്ചി പോയി കഴിഞ്ഞപ്പോൾ ഗോപാലു പണിക്കർ രാമച്ചാരുടെ മുഖത്ത് വീഴ്ചു നോക്കി. എന്ത് വശ്യമരുന്നാണ്ട രാമച്ചാരെ ഞാൻ കൊടുക്കണത്? ഞാൻ വടക്കിലെടുത്ത് കൊടുക്കിയേ. തിരിച്ചോക്കുന്ന ചാന്തെടുത്താണ് ഈ ഗുരുവേ. രാമച്ചാർ ധൈര്യപ്പെടുത്തി. ചാന്ത്, പിന്നെ കാന്താരി മിളകിൻ്റെ പൊടി, അരപ്പെണ്ണ, നല്ലെണ്ണ, കൊട്ടെണ്ണ, പുകല. ഉണ്ണി, ആടലോടകം, ചെന്നിനായകം, മുത്താറി, നന്നാറി, കോമൂത്തരം മതിയോ? മതി. ശാലിനിയായ സന്ധ്യ കുളിച്ചു കുറി തൊട്ട് ഗോപാലു പണിക്കർ ജപിക്കാനിരുന്നു. ചാന്തും ചെറുതേനും കൺമഷിയും ചാലിച്ചു ചേർത്ത ഒരു ചെപ്പ് മുമ്പിലിരിക്കുന്നു. അയാൾ അതിന്മേൽ കൈപ്പടം വെച്ചു. ഗോപാലു പണിക്കർ രുക്മിണിയുടെ വിളറിയ മുഖം കണ്ടു. ചുണ്ടുകൾ ചോര വാർന്ന് വെളുത്തിരുന്നു. അയാൾ അവയെ ചെറുതേനിൽ നനച്ചു. കണ്ണുകളിൽ മൈ എഴുതി കൊടുത്തു. വിയർത്തു തണുത്ത നെറ്റിമേൽ ചാന്ത് തൊടിച്ചു. 3 ദിവസം കഴിഞ്ഞ് ആ ചെട്ടിച്ചി ഇവിടെ വരും. ഈ ചെപ്പ് അവൾക്ക് കൊടുക്കണം.